26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഈ ടോൾ തട്ടുകട എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു 4-5 പിള്ളേർ ഈ വഴക്കുണ്ടാക്കാൻ അല്ലെങ്കിൽ അടിയുണ്ടാക്കാൻ എന്ന രീതിയിൽ എന്തോ ലഹരിയൊക്കെ ഉപയോഗിച്ച് തീരെ വെളിവില്ലാതെ ബോധമില്ലാതെ ഒരു ഉടക്കുണ്ടാക്കിയിട്ട്, അപ്പം എനിക്ക് റോഡിൽ നിന്ന് ഇവൻ വഴക്കുണ്ടാക്കി. ഞങ്ങൾ ബൈക്കിൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ പിടിച്ചു നിർത്തുന്നു, പറയുന്നു, വലിക്കുന്നു, ഉന്തുന്നു, ഇങ്ങനെയുള്ള സീനൊക്കെ. അപ്പം ഞാൻ ഓർത്തെന്നാ പിന്നെ ഇത് കടയിലോട്ടങ്ങ് കയറി നിന്നാൽ പ്രശ്നമില്ലല്ലോ, ഇവരങ്ങ് പൊക്കോളെന്ന് വിചാരിച്ച് കടയിലോട്ട് കയറാനങ്ങോട്ട് പോകുമ്പോൾ ആ ഫുട്പാത്തിൻ്റെ അവിടെ വെച്ച് ഇവന് ഓടി വന്നൊരു ഒറ്റയിടി തലക്കിട്ട്. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടാണ് നടന്നത്, അതുകൊണ്ട് ഈ ഹെൽമെറ്റിനും ഈ സൈഡിനും ചേർത്ത് അങ്ങനെ ഒരു ഇടി കിട്ടിയെന്ന് നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോലീസിനെ വിളിച്ചു. വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ലൈനിൽ പോലീസുകാരുണ്ട്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോലീസുകാരില്ല, നേരെ പോയി അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് പോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഇവർ അവിടെ വന്നേക്കുന്നു. അവിടെ കിടന്നും പ്രശ്നം അലമ്പ്. അപ്പോൾ അതും അവിടെയൊക്കെ കിടന്നൊരു ഈ മിസ്ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ മാനസിക നില തെറ്റിയ ആൾക്കാരെ പോലത്തെ ഇടപെടൽ. അല്ലെങ്കിൽ ആരും ഇങ്ങനെയൊന്നും റോഡിൽ കിടന്നൊന്നും അഭ്യാസമൊന്നും കാണിക്കത്തൊന്നുമില്ല. അതും ഈ ചെറുപ്പക്കാരാ കണ്ടിട്ട്. അപ്പോൾ അവർ ഈ മോഹൻലാലിനെ വീഡിയോ ഇടുന്ന ആളല്ലേ, നീ അത്രയായോ, ഇതാണോ മറ്റാണോ മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്ന പോലെ പറയുന്നത്. അല്ലാതെ ആ പറയുന്നതിന് പോലും ഒരു ഇതില്ല. നീ അവൻ തന്നെയാണോ, ഇവനാണോ, നീ ഇതാണല്ലേ, പിന്നെ പറയാം അയാൾ തന്നെയാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുക. വാ നമുക്ക് സിഗരറ്റ് വലിക്കാൻ പോവാം. ഇങ്ങനെ ഒരുതരം കളി ആയിരിക്കാം. അല്ല ഇനിയിപ്പോൾ വേറെ എന്തല്ലേ എന്താണേലും ഇതും പറഞ്ഞുകൊണ്ടൊക്കെയായി വരുന്നത്. അതിപ്പോൾ ആർക്കും എതിർപ്പ്, ഒരുപാട് വേറെ അല്ലാത്ത ഫാൻസിനൊക്കെ എതിർപ്പൊക്കെ തോന്നും. ഞാൻ ഈ വീഡിയോ ഇടുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ സിനിമകളെ പറ്റി പറഞ്ഞാലും മോഹൻലാലിനെ പറ്റി പറഞ്ഞാലും നെഗറ്റീവ് പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് പിടിക്കത്തില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതായത് ഈ അടിമകളെ പോലെ വിളിവില്ലാത്ത ഒരു ബുദ്ധിശൂന്യരായ മനുഷ്യർക്ക് ചിലപ്പോൾ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതൊക്കെ. അപ്പം അങ്ങനെയുള്ളവരുടെ പ്രതികരണം ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനി വേറെ എന്തെങ്കിലും കലിപ്പുണ്ടായിട്ട് മോഹൻലാലിൻ്റെ പേര് പറയുന്നതാണോ നമുക്കറിയത്തില്ല. പിന്നെ രണ്ടും ഒരുപോലെ ഉള്ളൂ. ഇത് മോഹൻലാൽ ഫാൻസിന് ഇതൊക്കെ പറ്റും, മറ്റേ ആക്കും പറ്റും, ആർക്കും പറ്റുമല്ലോ. ഇത് 4-5 പേരുടെ കൂടി വയ്ക്കുന്നു, അവന്മാർക്ക് തോന്നുന്നു, വഴക്കുണ്ടാക്കുന്നു, അങ്ങനെയാവാം. അല്ലെങ്കിൽ വല്ല വൈരാഗ്യം വെച്ചുകൊണ്ട് വരുന്നതാണോന്ന് അറിയാൻ പറ്റത്തില്ല. ആരാന്നൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളല്ലേ. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഇപ്പോൾ വേറെ ആർക്കാണെങ്കിലും ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ ചെയ്യേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.